ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വേൾഡ് പാത്തൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എനിക്കൊരു മുട്ടൻ പണി കിട്ടി കേട്ടോ. അതായത് ഞാൻ കുക്കറിൽ ഉച്ചക്കലത്തേക്ക് ചോറ് വെക്കാൻ വേണ്ടി വെച്ചിട്ട് നേരെ പോയി ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. ചോറ് വെന്ത് കഞ്ഞി പരുവമായിരുന്നു, പായസ പരുവം എന്ന് തന്നെ പറയാം. അങ്ങനെ പിന്നെ അതിനെ എങ്ങനെ പായസമാക്കി എടുക്കാൻ എടുത്ത് കളയാൻ മനസ്സൊന്നുമില്ല. അപ്പം ഞാൻ നേരെ പോയി തേങ്ങ എടുത്ത് തിരുവി അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ രണ്ടാം പാൽ ആദ്യം ഇതിലോട്ട് ഒഴിച്ച് മിക്സിലോട്ട് ഒഴിച്ചായിരുന്നേ. മിക്സിലോട്ട് ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഒഴിക്കുന്നത് ഒന്നാം പാലാണ് കേട്ടോ. ഒന്നാം പാലും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു കളർ മാറിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ശർക്കര കുറച്ച്, അതായത് മധുരം എത്രത്തോളം വേണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ ആദ്യം കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കി ഒഴിച്ചപ്പോഴത്തേക്ക് മധുരം കുറവ് കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും അത് ഇളക്കിക്കൊണ്ട് നിൽക്കവേ തന്നെ അടുത്ത പാത്രം എടുത്ത് വെച്ചിട്ട് ഈ പാലെല്ലാം അതിലൊഴിച്ച് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ശർക്കര ഉരുക്കുകയാണ് കേട്ടോ. ശർക്കര വീണ്ടും ഉരുക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിച്ചപ്പോഴത്തേക്ക് മധുരം കറക്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ടത് ഇതിൽ ചേർക്കാനുള്ള നട്ട്സുകളാണ്. കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും ഇതൊക്കെ വേണം. അപ്പം ഞാൻ നേരെ അത് ബട്ടറിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അത്യാവശ്യം തോനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ചെയ്ത് അതിലോട്ടിട്ട് ഇനി ഇത് ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ചോദിക്കും ഏലക്ക ചേർക്കേണ്ടതെന്ന് ചോദിക്കും. ഏലക്ക ഞാൻ ലാസ്റ്റേ ചേർക്കാറുള്ളേ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കയുടെ ഒരു മണം നിൽക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ഞാനത് അത്രയും ചെയ്തിട്ട് എന്താ പറയുക, മോക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അവൾ പറഞ്ഞ് അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേരെ പറ്റിക്കാനൊക്കെ കൊള്ളാം. ഇതുപോലെ പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ എന്നെപ്പോലെ ഫോണിൽ നോക്കിയിരുന്ന് ഇതുപോലൊരു പണി വാങ്ങിക്കാത്തവരായിട്ട് ആരും കാണൂല ഒരിക്കലെങ്കിലും. അപ്പം ഞാൻ അതിന് ശേഷം കണ്ട ഏലക്കയൊക്കെ പൊടിച്ചിട്ട് നന്നായിട്ട് ആ ചൂടോടെ തന്നെ ഇതാക്കി മിക്സാക്കി എടുക്കുകയാണ്. പായസം സെറ്റായി. നിങ്ങൾ നോക്കിയേ, ചോറ് കഞ്ഞിയായ പായസമാണെന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല വെന്തിട്ടുണ്ട്. മോള് കുടിച്ചിട്ട് പറഞ്ഞ് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.